ഞാൻ ഇന്നും ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടപ്പ് ഞാൻ ഡെയിലി തുടച്ചിട്ടാണ് തീ കൂട്ടുമ്പോൾ വെറുതെ നനഞ്ഞ തുണി കൊണ്ട് ഞാനിങ്ങനെ തുടച്ചെടുത്തിട്ട് തീ കൂട്ടാറ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എന്നാലും തീ കൂട്ടി ഡെയിലി തുടച്ചാലും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എൻ്റെ അടപ്പ്. എന്താ കഥ എന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മൾ പാത്രം കഴുകണ സോപ്പും പിന്നെ ചാരം തന്നെയാണ്. വേറെ ഒന്നും വേണ്ട കേട്ടോ. വേറെ ഇടയിട്ട് ഞാൻ അതിനുള്ള റിസൾട്ടൊക്കെ ഉറപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ നമുക്ക് കുറച്ച് ചാരം എടുത്ത് തേക്കാമെന്ന് വിചാരിച്ചു. ചാരവും ഈ സോപ്പും എടുത്ത് തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചാരം എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ ഇതിൽ നിന്നൊക്കെ എടുത്തോളൂ ചാരം. പിന്നെ കുറച്ച് സോപ്പ്, കുറച്ച് വെള്ളം ഞാനിങ്ങനെ ആഡാക്കുന്നുണ്ട്. കുറച്ച് സോപ്പ് നമുക്ക് നല്ലപോലെ ഇങ്ങനെ തേച്ച് കഴിയും. തേക്കുമ്പോൾ തന്നെ അപ്പം തന്നെ നല്ല ക്ലീനായിട്ട് വരും. അത് കഴിഞ്ഞ് തേച്ച് കഴുകി തീ കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അടപ്പ് പിന്നെ വരും. ഒട്ടും ഉപയോഗിക്കാത്തതും തേച്ച് എഴുതാത്തതും പോലെയാണ് എൻ്റെ അടുപ്പിൻ്റെ ഒരു കോലം കാണുമ്പോൾ. ഡെയിലി തുറച്ചിട്ടാണ് തേച്ച് തീ കൂട്ടണത്. പക്ഷെ എന്താ അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ എടുക്കണമെന്ന് നമുക്ക് തന്നെ എന്താ പോലെയാണ്, ഒട്ടും വെടുപ്പം വൃത്തിയില്ലാത്ത പോലെ ഇരിക്കും. അതുകൊണ്ട് എനിക്കിത് തേച്ച് കഴുകി ഇടയ്ക്ക് ഇങ്ങനെ തേച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ തേക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊന്നും അല്ല, ചാരവും ഈ പാത്രം കണക്ക് സോപ്പ് മാത്രമാണ് കേട്ടോ തേക്കണേ. അപ്പം ഞാൻ അവിടെ തന്നെ തേച്ച് പിടിപ്പിക്കട്ടെ. ഈ സൈഡിലത്തെ സ്റ്റീല് ഉണ്ടല്ലോ, ഈ ഭാഗത്തെ സ്റ്റീല് സാധനങ്ങളൊക്കെ ഇവിടെ ഈ ടൈല് ഈ അടപ്പിൻ്റെ ഈ സൈഡ്, എന്നിട്ട് ഈ സൈഡൊക്കെ കൈ പിടിക്കാം. ഇങ്ങനെ ഈ അടപ്പ് ഉപയോഗിക്കാത്തതിന് കേട്ടോ. എന്നാൽ ഈ അടപ്പിൻ്റെ ഒരു കൊലം നോക്കി. ഈ അടപ്പ് ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല, ഈ അടപ്പ് മാത്രം ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. കഴുകല്ല, ഞാൻ തുടച്ചെടുക്കട്ടെ. അത് വേണമെങ്കിൽ തീ കൂട്ടാനായിട്ട്. ഒരു നനഞ്ഞ തുണി എടുത്തിട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ തുടച്ച് ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞാൽ പിന്നിപ്പത്തെ ഇങ്ങനെ തന്നെ വരും. ഇനി ഇതുപോലെ എല്ലായിടത്തും ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. നല്ല പോലെ ഒന്നാണ് തുടച്ചെടുക്കട്ടെ. അപ്പോൾ അടുപ്പൊക്കെ ക്ലീൻ ആയിട്ടാ, അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാ കണ്ടേ. അപ്പം ഇങ്ങനെ ഇടയ്ക്കൊന്ന് തുടച്ചാൽ മതി, തേച്ച് കഴുകുക. പിന്നെ ഡെയിലി നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ്. ഇനി ഞാൻ തീ കൂട്ടാൻ പോവാണ്. അപ്പം എൻ്റെ സ്ലാബ് ഇന്നാൾ കണ്ടൂല, ആ സ്ലാബ് ഇപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കുള്ള ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, നല്ല വൃത്തിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്തിട്ട് അപ്പോൾ അത് നല്ല ഇതിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്കൊരു പൊടി, ഇപ്പോൾ കാറ്റ് തുടങ്ങിയല്ലേ, അപ്പോൾ കാറ്റ് തുടങ്ങിയപ്പോൾ പൊടിയൊക്കെ തുടങ്ങി. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്ലീനിങ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ. അതുപോലുള്ള ക്ലീനിങ് വീഡിയോസൊക്കെ ഇഷ്ടം പോലെ ചാനലിലുണ്ട്. പറ്റുന്നവരൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.